നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നന്ദഗോവിന്ദ ഭജൻസ് ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഗാനം പാടിയ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് ആ വീഡിയോ ഇപ്പം 2 ലക്ഷം പേരോളം അത് കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരുപാട് കമൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ അത് വായിച്ചപ്പോഴത്തേനൊരു മനസ്സിനൊരു പ്രയാസം തോന്നി. എന്നാൽ അത് കൂടാതെ തന്നെ ആ കമൻറ്റിനെക്കാട്ടിലുമൊക്കെ അപ്പുറമാണ് ചിലർ ഇന്നലെ വീമ്പിളക്കിയെന്ന് പറഞ്ഞാൽ ചിലർ വാ തുറക്കുന്നത് വർഗീയത ചീറ്റാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ക്ഷേത്രത്തിൽ എന്ത് നടക്കുന്നു, അതുപോലെ അവിടെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നന്ദഗോവിന്ദൻ ഭജൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വേമ്പൻകുളങ്ങര ക്ഷേത്രം നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. അതുപോലെ നന്ദഗോവിന്ദൻ ഭജൻസ് വളർന്നത് നമ്മുടെ കോട്ടയത്തിൻ്റെ മണ്ണിലാണ്. കോട്ടയത്തിൻ്റെ മണ്ണിൽ വളർന്ന് ഇന്ന് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഈ ഭജൻസ് കാണാൻ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോട്ടയംകാർക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അതിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണും. പക്ഷേ നന്ദഗോവിന്ദത്തിൻ്റെ വളർച്ച ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് കിട്ടുമ്പോഴാണ് നമുക്കൊരു തൃപ്തി ലഭിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് നന്ദഗോവിന്ദ ഭജൻസ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിന് കുളിർമയുള്ള ഗാനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ, ഇതൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേന് നമുക്കത് ഒരുപാട് സന്തോഷമാകും. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഴുവൻ നന്ദഗോവിന്ദ ഭജൻസിനെ നെഞ്ചോട് ചേർത്തിരിക്കുന്നത്. അപ്പം അതുമൂലം ഈ സാധാരണ ഇപ്പം പണ്ടുള്ളവർ പറയുമായിരുന്നു, ഈ മാങ്ങയുള്ള മാവിലെ ആൾക്കാർ കല്ലെറിയത്തുള്ളൂ. എനിക്ക് നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാനേ പോകണ്ട. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ ഗാനാർച്ചന. അപ്പം മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തുള്ളൂ, അല്ലാത്ത ഒരു മാവിലും ആൾക്കാർ കല്ലെറിയത്തില്ല. അപ്പം നിങ്ങളുടെ വളർച്ചയിൽ ഒരുപാട് പേർക്ക് പ്രയാസമുണ്ട്. അത് അവരുടെ വാക്കിലൂടെയാണ്. ഇതിൻ്റെ വേറൊരു കഥയും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. നന്ദഗോവിന്ദ ഭജൻസ് പണ്ട് നമ്മുടെ വേമ്പൻകുളങ്ങര ക്ഷേത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ ഇപ്പം ഈ ഭജൻസ് നടത്തിയപ്പോഴത്തേന് ഉണ്ടായ സംഭവങ്ങൾ ഏകദേശം ഒരു ചുരുക്കം അവിടുത്തെ ആ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളുടെ അറിവിലേക്കൊന്ന് പറയുകയാണ്. അപ്പോൾ വിഷയം ഇതാണ്. അവർ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ക്ഷേത്രത്തിൻ്റെ കൺവീനർ, ആ പ്രോഗ്രാം നടത്തിയ കൺവീനർ എഴുതിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഇവർക്കെതിരെ പരാതി പറയാനും ഇവർക്കെതിരെ മോശം കമൻ്റ് ഇടാൻ വേണ്ടി. വേമ്പൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നട്ടാശ്ശേരി. വിഷയം നന്ദഗോവിന്ദ ഭജൻസ് 2026 ഏപ്രിൽ 14 പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇത് പ്രത്യേകിച്ച് ക്ഷേത്രത്തെ സംബന്ധിച്ചാവുമ്പോൾ നന്ദഗോവിന്ദ ഭജൻസ് കഴിഞ്ഞ 14-ാം തീയതി പ്രോഗ്രാം ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ക്ഷേത്ര പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ടും അതിന് ഒരു പ്രചാരം എന്ന നിലയിലാണ് നന്ദഗോവിന്ദ ഭജൻസ് ഫ്രീ ആയിട്ടാണ് ആ പ്രോഗ്രാം നടത്തിയത്. അത് കുറച്ച് പേർ വളരെയധികം വിവാദത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, ഒന്നാമതായി ഈ പ്രോഗ്രാം നടന്നത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തല്ല. അതിനുള്ളിൽ സ്ഥലമില്ലായിരുന്നുകൊണ്ട് വെളിയിൽ ഒരു സ്ഥലം അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും അതിന് ഇന്ന മതം എന്നൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാണ് ഇവിടെ ഈ പ്രോഗ്രാം നടത്തിയത്. നന്ദഗോവിന്ദത്തിൻ്റെ സ്വന്തം തട്ടകം അവ വളർന്നത് ഇവിടെ നിന്നാണ്. നവീൻ LKG മുതൽ പഠിച്ചത് ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്. പഠിപ്പിച്ചത് എല്ലാ വിഭാഗത്തിലുമുള്ള ടീച്ചർമാരുണ്ട്. ആയതിനെ തന്നെ പ്രോഗ്രാം കേൾക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ സഹകരിച്ചിരുന്നു. ജനബാഹുല്യം കണക്കിലെടുത്താണ് ഫ്രീ പാസ്വേഡ് കൂടിയാണ് പ്രോഗ്രാം കൺട്രോൾ ചെയ്തത്. ഈ നാട്ടിലുള്ള എല്ലാവരും പ്രോഗ്രാം കാണുന്നതിനും കേൾക്കുന്നതിനും ജാതി മതഭേദമന്യേ പാസുകൾ വീട്ടിലെത്തിച്ചിരിക്കുന്നു. എല്ലാവരും വരികയും പ്രോഗ്രാം കേൾക്കുകയും ചെയ്തു. ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ദേശവിളക്കിന് നമ്മൾ വിളക്ക് കത്തിക്കുന്നതോടൊപ്പം ക്രിസ്ത്യാനികളും തിരി തെളിയിക്കാറുണ്ട്. താലപ്പലി കടന്നു പോകുന്ന വഴിയരികിൽ തിരി തെളിയിക്കുന്നതും എല്ലാം അവരും ഉണ്ട്. എല്ലാ വർഷവും നടക്കുന്നതാണ് ഇത്.
ഈ നാട്ടിലെ സമ്പ്രദായവും ഈ നാട്ടിലെ ഏകതയും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ നവീനെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും അവരുടെ വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു പ്രോഗ്രാം പാടുന്നതിൽ ഈ ഒരു ഗാനം പാടുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു തെറ്റും കണ്ടില്ല. അത് ഒരു വലിയ അപരാധമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഈ ഒരു ദേശത്ത് ഇത്തരത്തിലുള്ള വിവാദം ഒഴുക്കിവിട്ട് നിലവിലുള്ള സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്ന് കൺവീനർ. നിങ്ങൾ കണ്ടല്ലോ ഈ പോസ്റ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തിനാണ് അവിടെ പാട്ട് കേട്ടവർക്കും ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്കും അതുപോലെ അവിടെ വന്നവർക്കും ആർക്കും ആ നാട്ടിലുള്ള ആർക്കും യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഇതിന് പ്രശ്നമുണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ ദൂര സ്ഥലങ്ങളിൽ നിന്ന്. കാരണം ഇന്നേ വരെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരം പോലും ചെയ്യാതെ വാ തുറക്കുന്നത് വർഗീയത വിളംബം മാത്രം മുതലാക്കുന്ന ചിലരുണ്ട്. അവരാണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ച് വെറുതെ പ്രശ്നം ഉണ്ടായത്. നമുക്കറിയാം എൻ്റെ നാട് പുതുപ്പള്ളി. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര ക്ഷേത്രമൊക്കെ. അപ്പം ഞാൻ പറയാം എൻ്റെ സമീപത്ത് എൻ്റെ തൊട്ടടുത്തൊരു പള്ളിയാണ് പുമ്മറ്റം ദേവാലയം. അപ്പം അവിടെ എല്ലാ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് ഗാനമേള നടക്കും. ആ ഗാനമേളയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ട്രൂപ്പ് എന്ന് പറയുന്നത് മൂവാറ്റുപുഴ ഏഞ്ചൽ ബോയ്സ് ആണ്. അപ്പം ഞങ്ങളൊക്കെ അവിടെ കേൾക്കാൻ പോകുമ്പോഴത്തേന് അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും ജാതിമത ഭേദമെന്നേ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു പാട്ടാണ് പള്ളിക്കെട്ടെന്നാണ് പറഞ്ഞത്. അത് പാടുന്നത് ചാക്കോ എന്ന് പറഞ്ഞൊരു ഗായകനാണ്. അപ്പം അതുപോലെ എന്ന് അവിടെ ഗാനമേള നടത്തിയാലും ആ പാട്ട് അവിടെയുണ്ട്. അത് ഞങ്ങളെല്ലാം പോയി ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പുതുപ്പള്ളി പള്ളിയിൽ പള്ളിക്കെട്ട് പാടുന്നുണ്ട്. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലെ പരിപാടിക്ക് പള്ളിക്കാർ സഹകരിക്കുന്നുണ്ട്. അല്ലെ പള്ളിയിലെ റാസ പോകുമ്പോഴത്തേന് അമ്പലത്തിലെ ആൾക്കാർ എന്നുണ്ട്. അതുപോലെ പുമ്മറ്റത്ത് നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണ്. പുമ്മറ്റത്ത് അവിടുത്തെ റാസ പോയപ്പോഴത്തേന് അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അവിടെ പായസവും അതൊക്കെ ഇതൊക്കെ എല്ലാ നാട്ടിലും നടക്കുന്ന കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്ന ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കാൻ വേണ്ടി ചോര കുടിക്കാൻ വേണ്ടി കുറേ എണ്ണമുണ്ട്. അവർ സമൂഹത്തിന് യാതൊരു ഗുണം ചെയ്യുന്നില്ലെങ്കിലും അവർ വാ തുറക്കുന്നത് ഇതിനു വേണ്ടിയാണ്. നന്ദഗോവിന്ദ ഭജൻസ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം അവർ അലഞ്ഞ് ആ സമയത്തൊന്നും ഇതുപോലെയുള്ള ഒരാൾ പോലും ഇവരെ സഹായിക്കാനോ ഇവരെ ഒരു പ്രോഗ്രാം പോലും ബുക്ക് ചെയ്യാൻ പോലും ഒരാൾ പോലും ഇവരുടെ പുറകെ പോകാനില്ലായിരുന്നു. ഇന്ന് അവർക്ക് പേരും പ്രശസ്തിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് അവർക്കിട്ട് പിന്നെ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി വരുമോ? നിങ്ങൾക്കൊക്കെ നാണമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ കൊടിയ വർഗീയതയായിട്ട് ഇത് പണ്ട് ഈ 2019 കോവിഡ് മഹാമാരി എന്നാണ് നമുക്ക് പറയുന്നത്. അന്ന് മനുഷ്യരെല്ലാവരും അന്ന് ജാതിയില്ല, മതമില്ല, ദൈവങ്ങളില്ല, ക്ഷേത്രങ്ങൾ പോകണ്ട, പള്ളിയിൽ പോകണ്ട, ഒന്നും പോകണ്ട. അന്ന് ശവം അടക്കാൻ വേണ്ടി ചിലർ പറയാം എൻ്റെ ശവസംസ്കാരത്തിന് ഇന്ന തിരുമേനി പറഞ്ഞാൽ ഇന്ന ശാന്തി വരണം, ഇതൊന്നും വേണ്ടായിരുന്നു. അന്ന് JCBക്കാരനാണ് കുഴിയെടുത്തുകൊണ്ടിരുന്നത്. കുഴിയിലോട്ട് തോണ്ടി എറിയായിരുന്നു. അവർക്കൊന്നും അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട, ഒന്നും വേണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാറായപ്പോഴത്തേന് വീണ്ടും വർഗീയത പറഞ്ഞുകൊണ്ട് വരിക. പിന്നെ എങ്ങനെ നാട് നന്നാവും? ഇതുപോലുള്ള മഹാമാരി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള, പക്ഷേ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ടവരും കൂടെ ആണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഭജൻസിനെ പറ്റി ആരും അതിൻ്റെ അകത്ത് ഒരു മോശം പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അവർ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് ഭജൻസ് അതിൻ്റെ അകത്ത് നവീൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ അവിടെ വണ്ടി പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കി തന്ന പള്ളിക്കാരാണ്, ഞാൻ പഠിച്ചത് ഇന്ന സ്കൂളിലാണ്, അതുപോലെ എൻ്റെ ടീച്ചർമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ഗോവിന്ദ ഭജൻസ് തിരുനക്കരയിലുണ്ടായിരുന്നു. അപ്പോൾ അത് പാസ് വെച്ച് നടക്കുന്നത്. ഈ പാസ് വെച്ച് നടക്കുമ്പോഴത്തേന് അത് നാനാജാതിപ്പെട്ട ആൾക്കാർ ഈ പാസ് മേടിച്ചാണ് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹിന്ദു എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നില്ല, എല്ലാവരും ഒരുപോലെ പാസ് എടുത്ത് അവിടെ പോയി ആ പാട്ട് കേട്ടു ആസ്വദിക്കുന്നു. അപ്പോൾ അവരാ പാടിയതിൻ്റെ അകത്ത് ഇപ്പം ഈ പറയുന്ന ആൾക്കാർ ശബരിമലയിൽ യേശുദാസിൻ്റെ ഹരിവരാസനം ഉറക്കപ്പാട്ട് പാടുന്നത് യേശുദാസിൻ്റെ ഗാനത്തിലല്ലേ കേൾക്കുന്നത്. എന്നാൽ അത് വേണ്ടെന്നങ്ങ് വെക്കാനോ ഇങ്ങനെയുള്ളവർ അത് കൂടെ ഒന്ന് പറയുക. ഈ യേശുദാസ് ഒരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഹരിവരാസനം ഇനിയും തൊട്ട് വേണ്ട, അത് ഞങ്ങൾ പാടിക്കോളാം എന്ന് പറയും. ഇതൊക്കെ എന്ത് തോന്നിയവാസാണ്? നിങ്ങളുടെയൊക്കെ മനസ്സ് എന്താ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കും.
അതോടൊപ്പം തന്നെ നമ്മുടെ നന്ദഗോവിന്ദ ഭജൻസ് വേമ്പിൻകുളങ്ങര ക്ഷേത്രത്തിൽ ഈ നന്ദഗോവിന്ദൻ്റെ അവരുടെ ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ മുടങ്ങാതെ കാണും. കാരണം അവർ വളർന്നു വന്ന സാഹചര്യം അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവർ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് പൊട്ടിമുളന്ന ഒരു ട്രൂപ്പല്ല നന്ദഗോവിന്ദം എന്ന് പറഞ്ഞ്. അവരുടെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു 25 വർഷത്തോളമായിട്ട് നിങ്ങൾക്കറിയാം ആ ക്ഷേത്രത്തിൽ വേമ്പിൻകുളങ്ങര ക്ഷേത്രത്തിലൊക്കെ അവരവിടെ ഭജന പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കുറേ ചെറുപ്പക്കാർ കൂടി ക്ഷേത്രത്തിൽ മുടങ്ങാതെ ഭജന പാടുകയും അന്നത്തെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഇത് കാണാനില്ലെന്നുള്ള അവർ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സങ്കടകരമായിട്ട് പറയുന്നുണ്ട്. ഒരാൾ പോലും ഇവരുടെ പാട്ട് കേൾക്കാനില്ലായിരുന്നു. ആ ഒരു പലയിടത്ത് അവരെ വേദിയിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ പ്രോഗ്രാം അത് ഇത്രയും നിറഞ്ഞ ഒരു സദസ്സെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ഭയങ്കര സന്തോഷമാണ്. അവരെ സംബന്ധിച്ച് ഈ ഇത്ര ഓഡിയൻസിൻ്റെ മുന്നിലിരുന്ന് പാടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷമാണ്. അവർ 10-25 കാലമായിട്ട് വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഒരു പ്രസ്ഥാനമാണ് ഇത്. അത് ഇന്നലെ പൊട്ടിമുളച്ചതല്ല. ഇതൊക്കെ കാണുമ്പോൾ പലർക്കും വിഷമമുണ്ട്. പെട്ടെന്ന് അവരുടെ വളർച്ച ഇതിൻ്റെ അകത്ത് ഈ ചെറുപ്പത്തിലൊക്കെ അവിടെ ഇരുന്ന് പാട്ട് പാടിയ 1-2 സീൻസ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കിട്ടിയതാണ്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ അവരുടെയൊക്കെ നവീൻ്റെയൊക്കെ അന്നത്തെ രൂപവും ഒക്കെ കണ്ടു നോക്കിയാൽ ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ഇന്ന് ഈ നിലയിൽ ഓരോരുത്തരും എത്തിയിരിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട ഇതിനെ അഹങ്കാരമായിട്ട് കണക്കാക്കരുത്. ഇതിന് നമ്മൾ അതുകൊണ്ട് നന്ദഗോവിന്ദ ഭജൻസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും മൈൻഡ് ചെയ്യാൻ പോകണ്ട. നമ്മൾ ഈ മൈൻഡ് ചെയ്യുമ്പോഴാണല്ലോ അവർ കൂടുതലും ഇതിനെപ്പറ്റിയുള്ള വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. മാങ്ങയുള്ള മാവിലെ ആൾക്കാർ കല്ലെറിയത്തുള്ളൂ. അത് കണക്കൂട്ടി നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം നമ്മളിന്ന് ഈ കാണുന്ന സമൂഹത്തിലൊക്കെ നിലയും വിലയുള്ള ഒരുപാട് ആൾക്കാർ അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ മുട്ടിമുളച്ചുണ്ടായി വന്നവരല്ല. അവരൊക്കെ അവരുടെ വർഷങ്ങളായിട്ട് എടുത്ത കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, സിനിമാ താരങ്ങളായാലും മമ്മൂട്ടിയാണേലും മോഹൻലാലാണേലും ഒരു സുപ്രഭാതത്തിൽ മുട്ടിമുളച്ച് വന്ന ആൾക്കാരല്ല. അവരുടെയൊക്കെ ഒരുപാട് കഷ്ടപ്പാട് കൊണ്ടാണ് അവരൊക്കെ ഈ നിലയിലെത്തിയത്. ഇതൊന്നും കാണാതെ ചുമ്മാതെ വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് അവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുന്ന നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക.